മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിലെ എംപിമാർ. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ്. ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഹൈബി ഈഡൻ. ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലി ഷാഫി പറമ്പിലും അടൂർ പ്രകാശും KC വേണുഗോപാലും NK പ്രേമചന്ദ്രനും. ഗുരുവായൂരപ്പനെ വിളിച്ച് സുരേഷ് ഗോപി. K രാധാകൃഷ്ണനും സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ ചെയ്യാതെ രാഹുൽ ഗാന്ധിയും ശശി തരൂരും. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനിടെ ബഹളം വെച്ച് പ്രതിപക്ഷം. നീറ്റ് മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധം. പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്ന് പിന്മാറി ഇന്ത്യ സഖ്യം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാറിന് മുകളിൽ മരം വീണ് ഒരാൾ മരിച്ചത് രാജകുമാരി സ്വദേശി. 3 പേരുടെ നില ഗുരുതരം. ദേശീയപാത നിർമ്മാണത്തിന് പിന്നാലെ മേഖലയിൽ അപകടം നിത്യസംഭവമെന്ന് നാട്ടുകാർ. മരം കടപുഴകി വീണത് ഇടവിട്ടു പെയ്യുന്ന ശക്തമായ മഴയിൽ. പ്രതിപക്ഷ ആക്ഷേപത്തിന് മറുപടിയുമായി ധനമന്ത്രി KN ബാലഗോപാൽ. RBIയുടെയും C&AGയുടെയും കണക്കനുസരിച്ച് റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം സൃഷ്ടിച്ചത് എന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ധനമന്ത്രി. ട്രഷറിയിൽ ആന പെറ്റുകിടക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ ആക്ഷേപം. സർക്കാർ ജീവനക്കാർക്കുള്ള ജീവാനന്ദം പദ്ധതിക്ക് പിന്നിൽ ഒരു പ്രത്യേക താൽപര്യവും ഇല്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ജീവാനന്ദം നിർബന്ധിത പദ്ധതിയല്ലെന്നും ധനമന്ത്രി പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്ന ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമേ തുടർ നടപടി ഉണ്ടാകൂ. പ്രതിപക്ഷം ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കുകയാണെന്നും ധനമന്ത്രി. +1 സീറ്റ് വിഷയത്തിൽ നിയമസഭാ മാർച്ചിന് യൂത്ത് ലീഗ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിക്കുന്നത് എന്ന് PK ഫിറോസ്. സമരത്തിനിറങ്ങേണ്ട ഗതികേടിലാണ് SFI പോലുമെന്നും യൂത്ത് ലീഗ് പരിഹാസം. +1 സീറ്റ് പ്രതിസന്ധിയിൽ ഇന്നും ഇരമ്പി. SFIയും സമരമുഖത്ത്. മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയല്ല സമരമെന്ന് SFI. എന്നും വിദ്യാർത്ഥികൾക്കൊപ്പമെന്നും SFI കേന്ദ്ര കമ്മിറ്റി അംഗം E അഫ്സൽ. മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധിയില്ല എന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സീറ്റുകളുടെ എണ്ണം പറഞ്ഞ് നിയമസഭയിൽ വിശദീകരണം. അവശേഷിക്കുന്നത് 17,298 അപേക്ഷകൾ. 7,478 സീറ്റുകളുടെ കുറവ് മാത്രമേ ഉള്ളൂ. നാളെ നടക്കുന്ന ചർച്ചയിൽ ഈ സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ദിന് KSU ആഹ്വാനം. നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. ബന്ദ് +1 സീറ്റ് പ്രതിസന്ധിയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്യുന്നതായും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ വാർത്താക്കുറിപ്പിൽ. മുതലപ്പുഴയിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ ഇറങ്ങിപ്പോയി പ്രതിപക്ഷം. മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് മുതലപ്പുഴയിലെ മരണങ്ങൾക്ക് കാരണമെന്ന് മന്ത്രി സജി ചെറിയാൻ. മനുഷ്യസഹജമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നും ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമല്ലെന്നും മന്ത്രി. കേരളം വിഭജിക്കണമെന്ന ആവശ്യം ഉയർന്നാൽ തെറ്റ് പറയാനാകില്ല എന്ന് SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ. വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനോട് അവഗണന തുടരുമ്പോൾ മലബാർ സംസ്ഥാനം വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ തെറ്റ് പറയാൻ കഴിയില്ല. അവഗണന തുടരുമ്പോഴാണ് വിഘടനവാദങ്ങളിലേക്ക് ചിലർ ഇറങ്ങുന്നതെന്നും മുസ്തഫ മുണ്ടുപാറ. വിവാദ പരാമർശം +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ധർണയിൽ.
CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. മെമ്പർഷിപ്പ് പുതുക്കാത്തതിനാലാണ് നടപടിയെന്ന് ഔദ്യോഗിക വിശദീകരണം. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടു മനു തോമസിനെതിരെ പരാതി ഉയർന്നിരുന്നു. ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു മനു തോമസ്. CPIM ലോക്കൽ കമ്മിറ്റി അംഗത്തിനു നേരെ കാപ്പ ചുമത്തി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കായംകുളം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം സിബി ശിവരാജനാണ് കാപ്പ ചുമത്തിയത്. മണൽക്കടത്ത്, വടിവാൾ ഉപയോഗിച്ച് അക്രമം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ്. മാടവനയിൽ അപകടത്തിൽപ്പെട്ട കല്ലട ബസ്സിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ബസ്സിൽ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നറിയാനാണ് പരിശോധനയിൽ പങ്കെടുക്കുന്നത് 10-ലധികം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ. ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിനു പകരം കേരളം എന്നാക്കി നിയമസഭയിൽ സർക്കാർ പ്രമേയം. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കി. 2023 ഓഗസ്റ്റ് 9 സഭയിൽ ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയം വീണ്ടും പാസാക്കിയത് സാങ്കേതികമായ തിരുത്ത് കേന്ദ്രം ആവശ്യപ്പെട്ടതിനെ തുടർന്ന്. സംസ്ഥാന പാതകളുടെ ശോച്യാവസ്ഥയിൽ ഉദ്യോഗസ്ഥരോട് കയർത്ത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. റോഡ് നിർമ്മാണം സമയബന്ധിതമായി നടപ്പിലാക്കണമെന്നും ജോലികൾ വൈകിയാൽ ഒരു ദയയും ഉണ്ടാകില്ലെന്നും മന്ത്രി. എത്ര ഉന്നതരാണെങ്കിലും ഇരിക്കുന്ന കസേരയിൽ ഇരുത്തില്ലെന്നും മന്ത്രി. മുന്നറിയിപ്പ് തൃശൂർ കുറ്റിപ്പുറം, തൃശൂർ കൊടുങ്ങല്ലൂർ റോഡുകളുടെ നിർമ്മാണത്തിൽ. ടൂറിസം വകുപ്പിനെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും വിമർശിച്ച് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വിമർശനം ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കാനുള്ള കരാറിൽ ഒപ്പിടാതെയുള്ള ടൂറിസം വകുപ്പിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി. ഇതിനു പിന്നിൽ നിക്ഷിപ്ത താൽപര്യമുണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രന്റെ ആരോപണം. MLA CC മുകുന്ദൻ പോലീസിനെതിരെ നൽകിയ പരാതി പരിശോധിക്കാൻ നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി. സ്പീക്കർ AN ഷംസീർ നിയമസഭാ സമിതിക്ക് പരാതി കൈമാറിയത് പോലീസിന് ക്ലീൻ ചിറ്റ് നൽകിയ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് തള്ളി. നാട്ടിക മണ്ഡലത്തിലെ നവകേരള സദസ്സിനിടെ പോലീസിനെതിരെ മുകുന്ദൻ പരസ്യ വിമർശനമുയർത്തിയത് വിവാദമായിരുന്നു. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി CRPF ജവാൻ വിഷ്ണുവിന്റെ മൃതദേഹം നാളെ ജന്മനാട്ടിലെത്തിക്കും. മരണം കുഴിബോംബ് സ്ഫോടനത്തിൽ ട്രക്ക് തകർന്ന്. അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്കാര ചടങ്ങുകൾ പാലോട് കരിമൺകോട് ശ്മശാനത്തിൽ. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശ മലയോര മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. ലക്ഷദ്വീപിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത. അട്ടപ്പാടി പുളികപ്പതിയിൽ അവശനിലയിൽ കണ്ടെത്തിയ പുലിയെ ഉടൻ കാട്ടിലേക്ക് തുറന്നുവിടില്ല. തീരുമാനം പുലിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും മനുഷ്യരുമായി കൂടുതൽ ഇണങ്ങിയതും പഴയതുപോലെ ഇര തേടാൻ കഴിഞ്ഞേക്കില്ല എന്നുമുള്ള വിലയിരുത്തലിൽ പുലി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയേക്കുമെന്ന ആശങ്കയും വനം വകുപ്പിനുണ്ട്.
തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ജോലി ചെയ്തു വന്ന മദനകുമാർ എന്ന സിവിൽ പോലീസ് ഓഫീസറെ. മൃതദേഹത്തിന് 2 ദിവസത്തിലേറെ പഴക്കം. മദനകുമാർ പാറശാല പരശുവയ്ക്കൽ സ്വദേശി. കോഴിക്കോട് മൂഴിക്കലിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു. കോഴിക്കോട് വയനാട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. പാലക്കാട് അട്ടപ്പാടി ചിറ്റൂർ ഷോളയൂർ റോഡിൽ ഇരുചക്ര വാഹനത്തിന് മുകളിൽ മരം വീണു. വയലൂർ സ്വദേശി ജോയ്, ഷോളയൂർ സ്വദേശി ജിജോ എന്നിവർക്ക് പരിക്കേറ്റു. ഇരുവരെയും കോട്ടത്തറ താലൂക്ക് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടിക്കുന്നിൽ സുരേഷിന് പ്രോടേം സ്പീക്കർ സ്ഥാനം നിഷേധിച്ചതിൽ ഉപവാസ സമരം സംഘടിപ്പിച്ച് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. മോദി സർക്കാരിന്റെ ജനാധിപത്യ ദളിത് വിരുദ്ധ നിലപാടിനെതിരെയായിരുന്നു പ്രതിഷേധം. DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപവാസ സമരം. പെരിയാറിലെ മാലിന്യ പ്രശ്നങ്ങൾ പഠിച്ച് 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകുമെന്ന് ഹൈക്കോടതി നിയോഗിച്ച സമിതി. കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക നിലവിലുള്ള മലിനീകരണ നിയന്ത്രണ പദ്ധതികളെ കൂടി വിലയിരുത്തി. ഹർജിക്കാരുമായി ചർച്ച നടത്തിയ ശേഷം സമിതി അംഗങ്ങൾ പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ചു. ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുക ജൂലൈ 3-ന്. കുട്ടികളെ ഉപയോഗിച്ചുള്ള ലൈംഗിക ദൃശ്യങ്ങൾ അടങ്ങുന്ന വീഡിയോ യാദൃശ്ചികമായി ഡൗൺലോഡ് ചെയ്തതിന്റെ പേരിലുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. ഇത്തരം വീഡിയോ ബോധപൂർവം ഡൗൺലോഡ് ചെയ്യുകയോ കൈമാറ്റം ചെയ്യുകയോ അതിനായി സൂക്ഷിക്കുകയോ ചെയ്താൽ മാത്രമേ പോക്സോ പ്രകാരമുള്ള കുറ്റകൃത്യം നിലനിൽക്കൂ. ബോധപൂർവം ഡൗൺലോഡ് ചെയ്യുകയോ കൈമാറ്റം ചെയ്യാനായി സൂക്ഷിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ IT ആക്ട് പ്രകാരമുള്ള കുറ്റവും നിലനിൽക്കില്ലെന്നും കോടതി. സമൂഹ മാധ്യമത്തിലൂടെ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതിയ വിഷയത്തിൽ അന്വേഷണ ഓഫീസിൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന് CPO ഉമേഷ് വള്ളിക്കുന്ന്. ഏറെ നാളായി ശമ്പളമില്ലെന്നും അതിനാലാണ് വരാൻ സാധിക്കാത്തതെന്നും DYSPക്ക് നൽകിയ വിശദീകരണത്തിൽ ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലം ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് ഉമേഷിന്റെ വാദം. പത്തനംതിട്ട ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകുവാനായിരുന്നു നിർദ്ദേശം. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് മിൽമയിലെ ജീവനക്കാർ നടത്താനിരുന്ന സമരം മാറ്റിവെച്ചു. തീരുമാനം അഡീഷണൽ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ അടുത്ത മാസം 15-നകം പരിഷ്കരണം നടപ്പാക്കുമെന്നുറപ്പ്. സംയുക്ത ട്രേഡ് യൂണിയൻ സമരം പ്രഖ്യാപിച്ചിരുന്നത് ഇന്ന് അർദ്ധരാത്രി മുതൽ. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് 30 കോടിയുടെ കൊക്കെയിൻ പിടിച്ച സംഭവത്തിന് പിന്നിൽ മെക്സിക്കൻ മാഫിയ. പിടിയിലായവർ അന്തർദേശീയ ലഹരി മാഫിയയുടെ ഏജന്റുമാർ. കേരളത്തിൽ നിന്നും അമേരിക്കയിൽ പോയിട്ടുള്ള മലയാളികളെ കേന്ദ്രീകരിച്ചും DRI അന്വേഷണം. വൈക്കം വേമ്പനാട്ടുകായലിൽ സ്പീഡ് ബോട്ടുമായി പിന്തുടർന്ന് ആക്രമണം. മർദ്ദനമേറ്റത് വിനോദസഞ്ചാരികളുമായി സഞ്ചരിച്ച വൈക്കം വെച്ചൂർ സ്വദേശി അരവിന്ദന്. ആക്രമണത്തിലേക്ക് നയിച്ചത് മറ്റൊരു സ്പീഡ് ബോട്ട് ഉടമയായ രമേശനുമായുണ്ടായ തർക്കം. കോട്ടയത്തെ വൈക്കം വൈപ്പിൻപടിയിലെ ആക്രിക്കടയിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കട ഉടമയെയും കുടുംബത്തെയും ആക്രമിച്ച് മോഷണവസ്തു വിൽക്കാനെത്തിയ സാമൂഹിക വിരുദ്ധർ. ആക്രമണം മോഷണവസ്തു എടുക്കില്ലെന്ന് പറഞ്ഞതിൽ പ്രകോപിതരായി.
സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് കോഴിക്കോട് കോർപ്പറേഷന്റെ വജ്ര ജൂബിലി പുരസ്കാരം സമ്മാനിച്ചത് സാഹിത്യനഗരി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി. അനാരോഗ്യം മൂലം വിശ്രമിക്കുന്ന MDക്ക് വീട്ടിലെത്തി പുരസ്കാരം സമർപ്പിച്ച് മന്ത്രി MB രാജേഷ്. സെന്റ് തോമസ് ദിനത്തിൽ പരീക്ഷകൾ നടത്തരുത് എന്ന് സിറോ മലബാർ സഭ. ജൂലൈ 3 പരീക്ഷകൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള MG കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാല VC-മാർക്ക് കത്ത് നൽകി. അന്നേ ദിവസം പരീക്ഷകൾ നടത്തിയാൽ മതപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. കൈക്കൂലി ആരോപണത്തിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ അന്വേഷണം ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ. അന്വേഷണം നടക്കുന്നത് ചികിത്സാ നിഷേധം, അനസ്തേഷ്യ നൽകാതെയുള്ള ശസ്ത്രക്രിയ എന്നിവ ചൂണ്ടിക്കാട്ടി തൃക്കുന്നപ്പുഴ സ്വദേശി ബീന നൽകിയ പരാതിയിൽ. കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലെ പൊയിലങ്ങാടിയിൽ 30ഓളം വീടുകൾക്ക് വിള്ളൽ. ക്വാറിയുടെ പ്രവർത്തനം മൂലമാണ് വീടുകൾക്ക് വിള്ളൽ വീണതെന്ന് ആരോപിച്ച് നാട്ടുകാർ. ക്വാറിയിലേക്കുള്ള ടിപ്പർ ലോറികളും തടഞ്ഞ നാട്ടുകാർ. സംഘർഷാവസ്ഥയെ തുടർന്ന് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. അന്വേഷണ സംഘം കാസർഗോഡ് പോക്സോ കോടതിയിൽ സമർപ്പിച്ചത് 300 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത് സംഭവം നടന്ന് 39ാം ദിവസം. കൊല്ലം ജില്ലയിൽ അനധികൃത തടികടത്ത് വ്യാപകം. ലക്ഷക്കണക്കിന് രൂപയുടെ തടിയുമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച 3 ലോറികൾ പിടിയിൽ. തടി സൂക്ഷിച്ചിരുന്ന യാർഡുകൾ തിരിച്ചറിഞ്ഞതായും വനം വകുപ്പ് അധികൃതർ. ചെക്ക് പോസ്റ്റുകളിൽ നിരീക്ഷണം ശക്തമാക്കിയതായും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ. കണ്ണൂർ ചെറുപുഴയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് സമീപത്തെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. മണ്ണും കല്ലും വീണ് വീടിന് കേടുപാടുണ്ടായി. സമീപത്തെ മറ്റൊരു വീടും അപകടാവസ്ഥയിൽ. അപകടമുണ്ടായത് ഇന്നലെ വൈകിട്ട്. ട്രഷറി നിയന്ത്രണത്തിന് ഇളവ്. 25 ലക്ഷം രൂപ വരെ ബില്ലുകൾക്കുള്ള നിയന്ത്രണം ഒഴിവാക്കി. 25 ലക്ഷം രൂപ വരെയുള്ള എല്ലാ ബില്ലുകളും മാറി നൽകാൻ ട്രഷറി വകുപ്പിന് ധനകാര്യ വകുപ്പ് നിർദ്ദേശം നൽകി. വേസ് ആൻഡ് മീൻസ് പരിധിയും ഉയർത്തി. നിലവിൽ 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ വേസ് ആൻഡ് മീൻസ് നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് മാറി നൽകിയിരിക്കുന്നത്. പ്രവാസി നമ്പി രാജേഷിന്റെ മരണത്തിൽ നഷ്ടപരിഹാരം നൽകാനാകില്ല എന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. നിലപാട് അറിയിച്ച് നമ്പി രാജേഷിന്റെ കുടുംബത്തിന് ഇമെയിൽ അയച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. മരണത്തിന് ഉത്തരവാദി എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലെന്നും ഇമെയിലിൽ. അതിരപ്പള്ളി പ്രദീപ് വധക്കേസിൽ പ്രതി ജിനീഷിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ശിക്ഷ വിധിച്ചത് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് N വിനോദ് കുമാർ. 2020 ഫെബ്രുവരി 14 പ്രദീപിനെ വഴിയരികിൽ കാത്തുനിന്ന് പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് കേസ്. കൊലപാതകത്തിന് കാരണം കിണറ്റിനരികിൽ മാലിന്യം തള്ളിയതിനെ തുടർന്നുണ്ടായ തർക്കം. കേരളത്തിന്റെ റബ്ബർ കൃഷി പെരുമയ്ക്ക് നിറം മങ്ങുന്നു. റബ്ബർ കൃഷിയിലും ഉൽപാദനത്തിലും സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത് വലിയ കുറവ്. ആകെ കൃഷിഭൂമിയിൽ 22% റബ്ബർ 3 വർഷത്തിനുള്ളിൽ 19% ഇടിഞ്ഞു. റബ്ബർ ഉൽപാദനത്തിന്റെ ദേശീയ കണക്കുകളിലും കേരളം പിന്നിൽ.
കേരളത്തിലെ 24 ആസ്തികൾ വിൽക്കാനുള്ള നടപടികൾ തുടങ്ങി BSNL. ആലുവ ചൂണ്ടിയിലെ BSNL ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്ന 2.22 ഏക്കർ വരുന്ന ഭൂമി ലേലത്തിൽ വെച്ചു. അടിസ്ഥാന തുക 16 കോടി രൂപ. BSNL ലക്ഷ്യം വെക്കുന്നത് ഭൂമി വിൽപ്പനയിലൂടെ കേരളത്തിൽ നിന്ന് 60 കോടി രൂപ സമാഹരിക്കുക. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയെ രാജ്യസഭാ നേതാവായി നിയമിച്ചു. കേന്ദ്ര സർക്കാരിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് JP നദ്ദ. JP നദ്ദ നിയമിതനായത് മുൻ രാജ്യസഭാ നേതാവായിരുന്ന കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയിലേക്ക് വിജയിച്ച ഒഴിവിൽ. ഡൽഹി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്നും ജാമ്യമില്ല. ജാമ്യം സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുക ബുധനാഴ്ച. ഹൈക്കോടതി നടപടിക്രമം അസാധാരണമെന്നും സുപ്രീം കോടതി. മദ്യനയ ഇടപാടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ഇളവ് നൽകാനുള്ള തീരുമാനത്തെ എതിർത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹൈക്കോടതിയിൽ രേഖാമൂലം നിവേദനം സമർപ്പിച്ചു. വിചാരണ കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് നിയമവിരുദ്ധമെന്നും ED. UPSC പരീക്ഷകളിൽ ഇനി AI സംവിധാനം. 24 വിദ്യാർത്ഥികൾക്ക് ഒരു CCTV എന്ന് കണക്ക്. AI ഉൾപ്പെടുത്തിയുള്ള നിരീക്ഷണ സംവിധാനത്തിനായി പരിചയസമ്പന്നരായ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ടെൻഡറുകൾ ക്ഷണിച്ച് UPSC. തീരുമാനം നീറ്റ്, നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച വിവാദങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്നത് 14 പ്രധാന പരീക്ഷകൾ. മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ മദ്യശാലകൾക്ക് സമീപം കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്ന് നടനും മക്കൾ നീതി മയ്യം സ്ഥാപകനുമായ കമൽഹാസൻ. മദ്യശാലകളുടെ അടുത്ത് ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി മദ്യത്തിനെതിരെ പ്രതിഷേധിക്കണമെന്നും കമൽഹാസൻ. മിതമായ അളവിൽ മാത്രം മദ്യം കഴിക്കുക എന്നും താരം. പ്രതികരണം: കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ ചികിത്സയിൽ ഇരിക്കുന്നവരെ സന്ദർശിച്ചതിന് ശേഷം. തമിഴ്നാട് സർക്കാരിൽ നിന്ന് കുറ്റം തിരിച്ചുവിടാനാണ് കമൽഹാസൻ ശ്രമിക്കുന്നത് എന്ന് കുറ്റപ്പെടുത്തി BJP നേതാവ് അമിത് മാളവിയ. തമിഴ്നാട്ടിൽ യഥേഷ്ടം ലഭിക്കുന്ന അനധികൃത മദ്യത്തിന്റെ ഉത്തരവാദിത്തം ഇരയായവരിൽ ആരോപിക്കുന്ന കമൽഹാസൻ അധപ്പതിച്ചോ എന്നും വിമർശനം. BJPയുടെ രൂക്ഷ വിമർശനം അപകടത്തിനിരയായവർ അശ്രദ്ധരെന്നും കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നുമുള്ള കമൽഹാസന്റെ പ്രസ്താവനയിൽ. കള്ളക്കുറിച്ചി ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് AADMK നേതാവ് D. ജയകുമാർ. കേസിൽ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്നും അതിനാലാണ് കേസ് CBIക്ക് കൈമാറാത്തതെന്നും ആരോപണം. CBI അന്വേഷിച്ചാൽ ഭരണത്തിലിരിക്കുന്ന ഉന്നതർ കുടുങ്ങുമെന്നും ജയകുമാർ. റീൽ ചിത്രീകരണത്തിനിടെ അപകടത്തിൽപ്പെട്ട് 2 പെൺകുട്ടികൾ. 17 ലക്ഷത്തിലധികം ആളുകൾ കണ്ട റീലിൽ സ്കൂൾ യൂണിഫോം ധരിച്ച പെൺകുട്ടികൾ ബാക്ക് ഫ്ലിപ്പ് ചെയ്യുന്നത് കാണാം. അഭ്യാസം: ഒരാൾ മറ്റൊരാളുടെ തോളിൽ കയറി വായുവിൽ കറങ്ങി. ഫ്ലിപ്പിനിടെ തറയിലേക്ക് നടുവടിച്ചു വീണ് പെൺകുട്ടി. കടുത്ത വിമർശനവുമായി സോഷ്യൽ മീഡിയ. സെൽഫി എടുക്കുന്നതിനിടെ ഗംഗാനദിയിൽ വീണ് 2 മരണം. ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് തൗഹിദ്, ഷാൻ എന്നീ കുട്ടികൾ. ഫഹദ് എന്നയാൾ നീന്തി രക്ഷപ്പെട്ടു. ഇരുവരും നദിയിൽ വീണത് ബോട്ട് യാത്രയ്ക്കിടെ സെൽഫി എടുക്കുന്നതിനായി ബോട്ടിന്റെ അരികിലേക്ക് നീങ്ങിയതിനെ തുടർന്ന് ബാലൻസ് നഷ്ടപ്പെട്ട്. രാജസ്ഥാനിൽ വിനോദസഞ്ചാരികളായ സ്ത്രീകളെ ശല്യപ്പെടുത്തുകയും അവരുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ. വനിതാ വിനോദസഞ്ചാരികളെ കാട്ടി ഗുരു എന്ന യുവാവ് റേറ്റ് ടാഗുകൾ നൽകുന്നതും അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നതും വീഡിയോയിൽ. വൈറലായ വീഡിയോയെ തുടർന്ന് നിരവധി ആളുകൾ ജയ്പൂർ പോലീസിനെ ടാഗ് ചെയ്തു. യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും കേസ് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ്.
കനത്ത മഴ തുടരുന്ന ഉത്തര സിക്കിമിൽ താൽക്കാലിക തൂക്കുപാലം നിർമ്മിച്ച സൈന്യം. നിർമ്മാണം നീരൊഴുക്കുള്ള പുഴയ്ക്ക് കുറുകെ സാഹസികമായി പണി പൂർത്തീകരിച്ച് 48 മണിക്കൂറിനുള്ളിൽ. പാലം നിർമ്മിച്ചത് ഒറ്റപ്പെട്ടു കിടക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലേക്ക് സഹായമെത്തിക്കാനും രക്ഷാപ്രവർത്തനത്തിനുമായി. അമർനാഥ് തീർത്ഥാടകർക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. തീർത്ഥാടനം തടസ്സപ്പെടുത്താനുള്ള ഭീകരരുടെ ശ്രമങ്ങൾ തടയും. മാലിന്യരഹിത തീർത്ഥാടനം ഉറപ്പുവരുത്തുന്നതിനായി വിവിധ സ്വച്ഛ് ഭാരത് പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട്. അമർനാഥ് ദർശനം ആരംഭിക്കുന്നത് ഈ മാസം 29 മുതൽ. ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ തിരിച്ചുവരവ് വൈകുന്നു. ജൂൺ 13-ന് മടക്കയാത്ര നിശ്ചയിച്ചെങ്കിലും നാസ തീയതി മാറ്റിയത് പലതവണ. 10 ദിവസം കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന് റിപ്പോർട്ടുകൾ. ജൂൺ 26-ന് മാത്രമേ പേടകം തിരിച്ചെത്തൂവെന്ന് പുതിയ അറിയിപ്പ്. റഷ്യയിലെ വെടിവെപ്പിൽ മരണം 23. ആക്രമണം നോർത്ത് കോക്കസിലെ സിനഗോഗിനും പെൻഡക്കോസ്റ്റ് പള്ളിക്കും നേരെ. കൊല്ലപ്പെട്ടവരിൽ ഒരു പുരോഹിതനും 4 റഷ്യൻ പൗരന്മാരും പോലീസുകാരും. അക്രമി സംഘത്തിലെ 4 പേരെ വധിച്ച സേന. ഭീകരാക്രമണമാണെന്ന് സംശയിക്കുന്നതായും സുരക്ഷ ശക്തമാക്കിയെന്നും പോലീസ്. ദക്ഷിണ കൊറിയയിലെ ലിഥിയം ബാറ്ററി നിർമ്മാണ ഫാക്ടറിയിലെ തീപിടുത്തത്തിൽ 22 മരണം, 8 പേർക്ക് പരിക്ക്. അപകടം സോളിന് തെക്ക് ഹാസോങ് നഗരത്തിലെ ഫാക്ടറിയിൽ. മരിച്ചവരിലേറെയും ചൈനക്കാരായ തൊഴിലാളികൾ. പരിക്കേറ്റ 8 പേരിൽ 2 പേരുടെ നില ഗുരുതരം. പൊട്ടിത്തെറിയുണ്ടായത് ബാറ്ററി പരിശോധിച്ച് പാക്ക് ചെയ്യുന്നതിനിടെ. പ്രമേഹത്തിനും ശരീരഭാരം കുറയ്ക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വ്യാജൻ മരുന്ന് വിപണിയിൽ വ്യാപകമെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. വ്യാജ മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. ഇത് പാർശ്വഫലമുണ്ടാക്കുന്നതിനൊപ്പം രോഗം മൂർച്ഛിക്കാൻ ഇടയാക്കുമെന്നും WHO. ഓൺലൈനായി വാങ്ങുമ്പോൾ സൂക്ഷ്മ പരിശോധന നടത്തണമെന്നും സംശയം തോന്നിയാൽ ഡോക്ടറെ സമീപിച്ച് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശം. അടുത്ത മഹാമാരി പക്ഷിപ്പനിയിൽ നിന്നെന്ന മുന്നറിയിപ്പുമായി CDC മുൻ ഡയറക്ടർ റോബർട്ട് റെഡ്ഫീൽഡ്. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരുമ്പോൾ COVID-19 മാരകമായിരിക്കുമെന്നും റോബർട്ട് റെഡ്ഫീൽഡ്. കോവിഡിന്റെ മരണനിരക്ക് 0.6% പക്ഷിപ്പനിയുടെ മരണനിരക്ക് 25-നും 50%-നും ഇടയിലായിരിക്കുമെന്നും മുന്നറിയിപ്പ്. കഴിഞ്ഞ മാസം അമേരിക്കയിലും ഈ മാസം ഇന്ത്യയിലും മനുഷ്യനിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. വൈകി ഉറങ്ങുന്നതും ഉറക്കം കുറയുന്നതും കുട്ടികളിൽ ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പഠനം. പീഡിയാട്രിക്സ് ജേണലിലെ പഠനം 4 മുതൽ 22 വരെ പ്രായമായ 539 കുട്ടികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി. സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പ്രകാരവും 12 മുതൽ 19 വരെ പ്രായമുള്ള 7 പേരിൽ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ കണക്കാക്കുന്നു. ബ്രിട്ടനിൽ ഹിന്ദുജ കുടുംബാംഗങ്ങൾക്കെതിരായ മനുഷ്യക്കടത്ത് കുറ്റം തള്ളിക്കളഞ്ഞതായി ഹിന്ദുജ ഗ്രൂപ്പ് വക്താവ്. ആരോപിതരെ ജയിലിൽ അടച്ചില്ലെന്നും പരമോന്നത നീതിപീഠത്തിന്റെ വിധി വരും വരെ അവർ നിരപരാധികളായി തുടരുമെന്നും അറിയിപ്പ്. തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പരാതിയിൽ ഒപ്പിടിക്കുകയായിരുന്നു എന്ന് കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്തി പരാതിക്കാർ. ഹിന്ദുജ കുടുംബത്തിന് കോടതി ശിക്ഷ വിധിച്ചത് തൊഴിലാളികളെ നിയമവിരുദ്ധമായി ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ച സംഭവത്തിൽ. ഉറക്കത്തിനിടെ ഷോപ്പിംഗ് നടത്തി 3 ലക്ഷം രൂപ നഷ്ടപ്പെട്ട് UK-കാരി കെല്ലി നെബ്സ്. പാരാസോംനിയ എന്ന അപൂർവ രോഗാവസ്ഥയുള്ള താൻ അബോധാവസ്ഥയിലാണ് ഷോപ്പിംഗ് ചെയ്യുന്നതെന്നും ഈ അവസ്ഥയിലൂടെ തനിക്ക് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നെന്നും കെല്ലി. ബോധം വരുമ്പോൾ ചിലതിന് റീഫണ്ട് കിട്ടുമെന്നും ചിലതിന് റിട്ടേൺ പോളിസി ഉണ്ടാകില്ലെന്നും കെല്ലി നെബ്സ്.
ഈ വർഷത്തെ ഹജ്ജിനിടെ മാത്രം മരിച്ചത് 1301 തീർത്ഥാടകരെന്നും മരണം കടുത്ത ചൂട് മൂലമെന്നും സൗദി. മരിച്ചവരിൽ 83% പേരും അനധികൃതമായി ഹജ്ജിൽ പങ്കെടുത്തവരാണെന്ന് സൗദി ഭരണകൂടം. ഇവർ ഹജ്ജ് നിർവഹിച്ചത് മതിയായ സുരക്ഷയോ വിശ്രമ സൗകര്യങ്ങളോ ഇല്ലാതെ. നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലെന്നും സൗദി മന്ത്രി. താപനില 50 ഡിഗ്രിക്കടുത്ത്. കടുത്ത ചൂടിനെ പ്രതിരോധിച്ച് ഒമാൻ. കഴിഞ്ഞ 24 മണിക്കൂറിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി ഹംറ ഉദ്ദൂറു സ്റ്റേഷൻ. ഇവിടെ രേഖപ്പെടുത്തിയത് 48.9 ഡിഗ്രി സെൽഷ്യസ്. 48.6 ഡിഗ്രി സെൽഷ്യസ് സുനൈനയിലും 48.1 ഡിഗ്രി സെൽഷ്യസ് അൽ വുസ്ത ഗവർണറേറ്റിലെ ഫഹൂദിലും രേഖപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമാകാൻ റിയാദിലെ കിങ് സൽമാൻ ഇന്റർനാഷണൽ എയർപോർട്ട്. 6 ഭീമൻ റൺവേകൾ അടങ്ങുന്ന വിമാനത്താവളം വഴി 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കരുതുന്നു. പുതിയ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുക 2030ഓടെയെന്ന് വ്യോമയാന മന്ത്രാലയം. വിമാനത്താവള നിർമ്മാണത്തിന് ചെലവാകുന്നത് 23 ബില്യൺ പൗണ്ട്. മറ്റുള്ളവരുടെ ബാഗേജ് വഹിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. വിമാനത്താവളത്തിൽ പിടിക്കപ്പെട്ടാൽ നിയമപരമായ ഉത്തരവാദിത്തം ബാഗ് വഹിക്കുന്നവർക്കെന്നും ഇത് യാത്രാ നടപടികളെ ബാധിച്ചേക്കാമെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. രാജ്യത്ത് കൊണ്ടുവരാൻ പാടുള്ളതെന്തെന്നും വിലക്കുള്ളത് ഏതൊക്കെ സാധനങ്ങൾക്കാണെന്നും യാത്രക്കാർക്ക് ധാരണ വേണമെന്നും ഖത്തർ. ജാർഖണ്ഡിലെ കരകൗശല സ്ഥാപനങ്ങളുമായി സഹകരിച്ച് റിലയൻസ് റീറ്റെയിൽ ഇ മാർക്കറ്റ് പ്ലേസ് ജിയോ മാർട്ട്. ചെറുകിട വിൽപ്പനക്കാരെ ശാക്തീകരിക്കാനും വളർച്ച സുഗമമാക്കാനും ലക്ഷ്യം. സംയുക്ത സംരംഭം രാജ്യത്തുടനീളം ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചേരാൻ ഗുണകരമെന്നും ജിയോ മാർട്ട്. പുതിയ നിരക്ക് നിർണയ രീതി നടപ്പാക്കാൻ കുവൈറ്റ് എയർവേസ്. ഡൈനാമിക് നിരക്ക് നിർണയ നയം വികസിപ്പിക്കാനാണ് സംരംഭം ലക്ഷ്യമിടുന്നത് എന്ന് റിപ്പോർട്ട്. ടിക്കറ്റ് നിരക്കുകൾ കാലാനുസൃതമായും ആവശ്യങ്ങൾക്കനുസരിച്ചും വ്യത്യാസപ്പെടുമെന്നും ഔദ്യോഗിക വക്താവ്. കമ്പനി ലക്ഷ്യം ഉപഭോക്തൃ സംതൃപ്തി നിലനിർത്തിക്കൊണ്ട് ലാഭം കൈവരിക്കാൻ വിൽപ്പന സന്തുലിതമാക്കുകയാണെന്നും കുവൈറ്റ് എയർവേസ്. ടൈംലൈൻ ഫീച്ചറിനായുള്ള വെബ് ആക്സസ് നിലനിർത്താനൊരുങ്ങി ഗൂഗിൾ മാപ്സ്. മാറ്റം പൂർണ്ണമായും നടപ്പിലാക്കുക ഡിസംബർ 1ഓടെ. നിർത്തലാക്കിയ ശേഷവും ടൈംലൈൻ ഡേറ്റ ബാക്കപ്പ് ചെയ്യാനും പുനഃസ്ഥാപിക്കാനും കഴിയും. ഗൂഗിൾ മാപ്സ് ടൈംലൈൻ വിവരങ്ങൾ മൊബൈൽ ഫോണിൽ മാത്രമായി ഒതുങ്ങുമെന്നും ഗൂഗിൾ. തങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് സിനിമകൾ വാങ്ങാൻ ഇടനിലക്കാരെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് ജിയോ സിനിമ. കമ്പനി വിശദീകരണം: ജിയോ OTTയിൽ സിനിമ റിലീസ് ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നും പണം തട്ടിയതിൽ. ജിയോ സിനിമ ഇതുവരെ ഒരു മലയാളം സിനിമയും OTTയിൽ വാങ്ങിയിട്ടില്ലെന്നും ഡിസ്നി ഹോട്ട്സ്റ്റാറുമായി സഹകരണമുള്ളതിനാൽ സിനിമകൾ വാങ്ങുന്നത് നിർത്തിവെച്ചിരിക്കുകയാണെന്നും ജിയോ. മാരുതി സുസുക്കിയുടെ ഫ്രോങ്സിന്റെ വെലോസിറ്റി എഡിഷനുമായി കമ്പനി. വെലോസിറ്റി മോഡൽ ഫ്രോങ്സിന്റെ എല്ലാ വേരിയന്റുകളിലും ലഭ്യമാണ്. സ്റ്റാൻഡേർഡ് മോഡലിന്റെ അതേ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളോടെയാണ് ഫ്രോങ്സ് വെലോസിറ്റി എഡിഷനും മാരുതി വാഗ്ദാനം ചെയ്യുന്നത്. വെലോസിറ്റി എഡിഷൻ ലഭ്യമാകുന്നത് പ്രാരംഭ എക്സ് ഷോറൂം വിലയായ 7.29 ലക്ഷം രൂപയിൽ. ഇന്ത്യയിലെ CNG കാർ ലൈനപ്പ് വിപുലീകരിക്കാൻ ഒരുങ്ങി ടാറ്റ മോട്ടോഴ്സ്. ഭാരത് മൊബിലിറ്റി ഷോയിൽ അരങ്ങേറ്റം കുറിച്ച് ടാറ്റ നെക്സോൺ CNG. ഇത് ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനുമായി ജോഡിയാക്കിയ രാജ്യത്തെ ആദ്യ CNG മോഡൽ. നെക്സോൺ iCNG കോമ്പാക്ട് SUV വിപണിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നും ടാറ്റ മോട്ടോഴ്സ്.
ക്യാമ്പസുകൾക്ക് പുറത്തുള്ള സ്റ്റുഡന്റ് ഹോസ്റ്റലുകളിലെ താമസത്തിന് GST ഒഴിവാക്കി. പ്രതിമാസം 20,000 രൂപയിൽ താഴെയുള്ള താമസത്തിനാണ് GST ഒഴിവാക്കിയത്. 90 ദിവസമെങ്കിലും തുടർച്ചയായി താമസിക്കുന്നവർക്ക് മാത്രമേ ഇളവ് ലഭ്യമാകൂ. 2024 ക്രെറ്റയുടെ വിജയകരമായ തുടക്കത്തിന് ശേഷം ഇന്ത്യൻ വിപണിയിൽ അടുത്ത കരുനീക്കവുമായി ഹ്യുണ്ടായി. ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ക്രെറ്റയുടെ 7 സീറ്റർ വണ്ടിയായ അൽകാസർ ഫേസ് ലിഫ്റ്റ് അവതരിപ്പിക്കാനൊരുങ്ങി ഹ്യുണ്ടായി. ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. വാഹനം ലഭ്യമാകുന്നത് 3 എഞ്ചിൻ ഓപ്ഷനുകളിൽ. ഇന്ത്യയിൽ പരീക്ഷണ ഓട്ടം ആരംഭിച്ച് ഓഡി Q6 e-tron ഇലക്ട്രിക് SUV. Q6 e-tron SUV എത്തുന്നത് 83 കിലോവാട്ട് ബാറ്ററി പാക്കുമായി. കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് 625 കിലോമീറ്റർ റേഞ്ച്, 382 bhp കരുത്തിൽ 5.9 സെക്കൻഡിൽ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കും. പുത്തൻ BMW XM സ്വന്തമാക്കി നടൻ ടൊവിനോ തോമസ്. 3.26 കോടി രൂപയ്ക്കാണ് ടൊവിനോ ഈ ലക്ഷറി പ്ലഗ് ഇൻ ഹൈബ്രിഡ് SUV കൊച്ചിയിൽ നിന്നും വാങ്ങിയത്. ഈ വണ്ടി സ്വന്തമാക്കുന്ന മോളിവുഡിലെ ആദ്യ നടനാണ് ടൊവിനോ. നീണ്ട 16 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം വീണ്ടും വിവാഹിതരായി നടൻ ധർമ്മജൻ ബൊൾഗാട്ടിയും ഭാര്യ അനൂജയും. പുനർവിവാഹം മക്കളെ സാക്ഷിയാക്കി. വീണ്ടും വിവാഹിതരായത് മുൻപ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാതിരുന്നതിനാൽ ആദ്യം വിവാഹം ചെയ്തത് ഒളിച്ചോടിയായിരുന്നുവെന്നും വ്യക്തമാക്കി താരം. തെന്നിന്ത്യൻ സംഗീതജ്ഞൻ MSVയുടെ ഓർമ്മകളിൽ ചലച്ചിത്ര ലോകം. ഇന്ന് എലപ്പുള്ളി മനയങ്കത്ത് സുബ്രഹ്മണ്യം വിശ്വനാഥന്റെ ജന്മദിനം. വിട പറഞ്ഞെങ്കിലും താരത്തിന്റെ പിറന്നാൾ ദിനമോർത്ത് സിനിമാ ലോകം. MSV സംഗീത ലോകത്തോട് വിട പറഞ്ഞത് 2015. ബോളിവുഡ് താരം ആമിർ ഖാന്റെ മകൻ ജുനൈദ് ഖാന്റെ അരങ്ങേറ്റ ചിത്രം മഹാരാജിന് മികച്ച പ്രതികരണം. പ്രേക്ഷകർ പങ്കുവച്ച അഭിനന്ദനങ്ങൾക്കും പ്രതികരണങ്ങൾക്കും നന്ദി പറഞ്ഞ് ജുനൈദ് ഖാൻ. സിനിമ റിലീസ് ചെയ്യാൻ അനുമതി നൽകിയ കോടതിക്ക് നന്ദി പറഞ്ഞ് നിർമ്മാതാക്കളായ യഷ്രാജ് ഫിലിംസ്. ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത് വെള്ളിയാഴ്ച മുതൽ. തെന്നിന്ത്യൻ സംവിധായകൻ അറ്റ്ലിയുടെ അടുത്ത ചിത്രത്തിൽ ബോളിവുഡ് താരം സൽമാൻ ഖാൻ നായകനാകുമെന്ന് റിപ്പോർട്ട്. ചിത്രത്തിൽ രജനീകാന്ത് ഭാഗമാകുമെന്നും വിവരം. തമിഴിലെ മുൻനിര പ്രൊഡക്ഷൻ കമ്പനി സൺ പിക്ചേഴ്സ് ആണ് നിർമ്മാതാക്കളെന്നും സൂചന. പ്രഭാസ് ചിത്രം കൽക്കിയിൽ കമൽഹാസന്റെ കഥാപാത്രത്തിൽ എല്ലാ ഭാഷകളിലും താരം തന്നെ ഡബ്ബ് ചെയ്യുമെന്ന് റിപ്പോർട്ട്. സിനിമയിൽ കമൽഹാസൻ അവതരിപ്പിക്കുന്നത് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ. ചിത്രം തിയേറ്ററിലെത്തുക ജൂൺ 27-ന്. തമിഴകത്തിന്റെ രക്ഷകനായി മക്കൾ സെൽവൻ വിജയ് സേതുപതി. 75 കോടി കടന്ന് സേതുപതി ചിത്രം മഹാരാജ. തമിഴിലും മലയാളത്തിലും മികച്ച പ്രതികരണവുമായി മുന്നേറ്റം. തമിഴ്നാട്ടിലെ മാത്രം കളക്ഷൻ 52 കോടിയോളം. നിവിൻ പോളി ചിത്രം 7 കടൽ 7 മലൈ റൊമാനിയ ട്രാൻസിൽവാനിയ ഫിലിം ഫെസ്റ്റിവലിലേക്ക്. തിരഞ്ഞെടുക്കപ്പെട്ടത് മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനും റോട്ടർഡാം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനും ശേഷം 7 കടൽ 7 മലൈ ദേശീയ അവാർഡ് ജേതാവായ റാം സംവിധാനം ചെയ്യുന്ന ചിത്രം. പൈറേറ്റ്സ് ഓഫ് കരീബിയൻ താരം തമയോ പെറി സ്രാവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹവായിയിലെ ഗോട്ട് ഐലൻഡിൽ വെച്ചാണ് മരണം. ആക്രമണമുണ്ടാകുന്നത് കടലിൽ സർഫിംഗ് ചെയ്യുന്നതിനിടെ. നടന്റെ ശരീരത്തിൽ 1-ലധികം സ്രാവുകളുടെ കടിയേറ്റതായും റിപ്പോർട്ട്. മരണത്തെ തുടർന്ന് പ്രദേശത്ത് മുന്നറിയിപ്പ് നൽകി ഓഷ്യൻ സേഫ്റ്റി ഉദ്യോഗസ്ഥർ. ഇന്ത്യൻ 2 സിനിമയുടെ ട്രെയിലർ റിലീസ് തീയതി പ്രഖ്യാപിച്ച് അണിയറ പ്രവർത്തകർ. ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്യുക നാളെ ജൂലൈ 12-നാണ് ഇന്ത്യൻ 2 റിലീസ് ചെയ്യുക. 2 മിനിറ്റ് 36 സെക്കൻഡ് ആയിരിക്കും ട്രെയിലറിന്റെ ദൈർഘ്യമെന്നും റിപ്പോർട്ടുകൾ.
അനു മോഹൻ, അതിഥി രവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ബിഗ് ബെൻ ജൂൺ 28-ന് തിയേറ്ററുകളിലേക്ക്. വിനയ് ഫോർട്ട്, മിയ, വിജയ് ബാബു, ചന്തുനാഥ്, ജാഫർ ഇടുക്കി, ബിജു സോപാനം എന്നിവരും പ്രധാന വേഷത്തിൽ. ബിഗ് ബെൻ ബ്രെയിൻട്രീ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രജയ് കമ്മത്ത്, എൽദോ തോമസ്, സിബി അരഞ്ഞാണി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം. നവാഗതനായ ബിനോ അഗസ്റ്റിനാണ് രചനയും സംവിധാനവും. യുവനിരയുമായി ഇന്ത്യ സിംബാബ്വേയിലേക്ക്. ലോകകപ്പിന് ശേഷമുള്ള 2020 പരമ്പരയിൽ ശുഭ്മാൻ ഗിൽ നായകൻ. വിക്കറ്റ് കീപ്പറായി സഞ്ജുവും ടീമിൽ. അരങ്ങേറ്റം കാത്ത് 4 പുതുമുഖങ്ങളും സംഘത്തിൽ. 5 മത്സര പരമ്പര ജൂലൈ 7 മുതൽ. ലോകകപ്പിൽ സെമി ഉറപ്പിച്ച് ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടും. വെസ്റ്റ് ഇൻഡീസിനെ പുറത്താക്കി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായി ദക്ഷിണാഫ്രിക്ക. മഴ നിയമപ്രകാരം ജയം 3 വിക്കറ്റിന്. ഇംഗ്ലണ്ട് ഗ്രൂപ്പിൽ 2-ാം സ്ഥാനക്കാരായി സെമിയിലേക്ക്. ലോകകപ്പിൽ രോഹിത് ശർമ്മയ്ക്ക് റെക്കോർഡ്. അന്താരാഷ്ട്ര 2020-ൽ 200 സിക്സർ നേടുന്ന ആദ്യ താരം. സ്റ്റാർക്കിന്റെ ഒരു ഓവറിൽ 4 സിക്സർ അടിച്ച് രോഹിത് ശർമ്മ. 19 പന്തിൽ അർദ്ധ സെഞ്ചുറിയിലെത്തി ഇന്ത്യൻ നായകൻ. വിരാട് കോഹ്ലി 0-ന് പുറത്ത്. യൂറോ കപ്പിൽ ഇന്ന് ഇറ്റലിക്ക് നിർണായകം. നോക്കൌട്ട് ഉറപ്പിക്കാൻ ക്രൊയേഷ്യക്കെതിരെ ജയം അനിവാര്യം. സ്പെയിൻ അൽബേനിയ പോരാട്ടവും ഇന്ന്. മത്സരങ്ങൾ രാത്രി 12:30-ക്ക്. കോപ്പ അമേരിക്കയിൽ യുറുഗ്വായ്ക്ക് ജയത്തുടക്കം. പനാമയെ 1-3 ഗോളിന് തകർത്തു. അറൗഹോ, ന്യൂനസ് മത്തിയാസ് എന്നിവർക്ക് ഗോൾ. ലാൽത്തൻ മാവിയയെ ടീമിലെത്തിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ്. ഐസ്വാൾ FC-യിൽ നിന്ന് 3 വർഷത്തേക്ക് കരാർ. ഐസ്വാളിൽ മികച്ച പ്രകടനം നടത്തിയ യുവതാരം.